മുസ്ലിമീങ്ങളായ ആളുകൾ താമസിക്കുന്ന ഈ പരിസര പ്രദേശങ്ങളിൽ എന്തിനാണ് പോലീസിന്റെ അകമ്പടി? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന പള്ളിയിൽ എന്തിനാ പോലീസുകാരെ നമുക്ക് കാവൽ നിർത്തേണ്ടി വരുന്നത്? എന്തിനാ നമ്മുടെ പള്ളി? ആളാവാനാണോ? ഇത് ഞങ്ങളുടേതാണെന്ന് പറയാനാണോ? ഞങ്ങളാണ് ഇതിന് നടത്തിപ്പുകാരെന്ന് പറയാനോ? അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പള്ളിയുണ്ട്, ഇത്ര സ്ഥാപനമുണ്ട്, ഇത്ര മദ്രസയുണ്ടെന്ന് എണ്ണം കൂട്ടാനാണോ? അല്ല, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാ. എന്തിനാ നമ്മൾ പള്ളി ഉണ്ടാക്കുന്നത്? ചോദിക്കുകയാണ്. അമുസ്ലിമീങ്ങളായ ആളുകൾ ഈ രാജ്യത്തില്ലേ? പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലില്ലേ? അവരറിയുന്നില്ലേ നമ്മുടെ പള്ളിയിൽ ഈ പള്ളിയുടെ നടത്തിപ്പ് ആരാണ് തിരഞ്ഞെടുക്കേണ്ടത്? ആരാണ് പള്ളിയുടെ അധികാരികൾ? ആരാണ് പള്ളി കമ്മിറ്റിക്ക് ഭാരവാഹിത്വം ഏറ്റെടുക്കേണ്ടത്? അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ, ആലോചനകൾ നടക്കുമ്പോൾ പോലീസുകാരെ പാറാവുകാരായി നിർത്താതെ, അടിപിടി കൂടാതെ ഈ സംഘം പിരിയില്ല എന്ന് മറ്റു സമുദായത്തോട് എന്തിന് മുഅ്മിനെ നമ്മൾ പറഞ്ഞറിയിക്കണം? എന്താ നമ്മുടെ ജനറൽ ബോഡിയുടെ ലക്ഷ്യം? എന്താ നമ്മുടെ പള്ളി കമ്മിറ്റിയുടെ ലക്ഷ്യം? എന്തിനാ പള്ളിയുടെ പേരിൽ നമ്മൾ തർക്കമുണ്ടാക്കുന്നത്? എന്തിനാ ദീനീ സ്ഥാപനത്തിന്റെ പേരിൽ തർക്കമുണ്ടാക്കുന്നത്? നമ്മുടേതെന്ന് പറയാനോ? ഞങ്ങളാ ഇതിന്റെ ആളെന്ന് പറയാനോ? ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇവിടെ ദീൻ പഠിപ്പിക്കുന്നത്? ആർക്ക് നിസ്കരിക്കാനാ പള്ളി ഉണ്ടാക്കിയത്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ? അല്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ? എന്റെ മുഅ്മിനെ, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ, കാസർഗോഡ് ജില്ലകളിൽ പോലീസുകാരുടെ അകമ്പടിയില്ലാതെ ജനറൽ ബോഡി കൂടാൻ പറ്റാത്ത പള്ളികളില്ലേ? നിങ്ങൾ പറയുന്നോട് ഇല്ലേ? ഉണ്ടല്ലോ. എന്തുകൊണ്ട് അള്ളാന്റെ ഭൂമിയിൽ തലവെച്ച് സുജൂദ് ചെയ്ത് സുജൂദിൽ കിടന്ന് പറയേണ്ട വാക്കെന്താ? സുബ്ഹാന റബ്ബിയൽ അലാ. അല്ലാഹുവേ, 7 ആകാശങ്ങളുടെ മേൽ അധികാരമുള്ള റബ്ബേ, നീയാണ് റബ്ബേ ഏറ്റവും വലിയവൻ. ഞാനും എന്റെ തലയും എന്റെ മുഖവും ഞാൻ തന്നെ മണ്ണോളമാണ്. ഞാൻ മണ്ണാണ് റബ്ബേ, നീയാണ് എന്റെ ഇലാഹെന്ന് വിളിച്ചു പറയുന്ന നമ്മൾ അഹങ്കാരം കൽബിൽ നടന്നിട്ട്, അഹങ്കാരം കൽബിൽ കുടികൊള്ളിച്ചിട്ട് എന്ത് സുജൂദ് കൊണ്ട് ഫലമുണ്ട് മുഅ്മിനേ? എന്താണ് ആ സുജൂദ് കൊണ്ട് ഫലം? എന്തിനാ നമ്മുടെ നിസ്കാരം? എന്തിനാ നമ്മുടെ ഖുതുബ? എന്തിനാ നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്നത്? ഫിത്നകളും ഫസാദുകളും ഉണ്ടായി നമ്മുടെ മക്കളുടെ കൽബിന്റെ ഇടയിൽ 2 ചുമര് വെക്കാൻ എളുപ്പമാണ്. നമ്മുടെ മനസ്സുകൾക്കിടയിൽ ചുമരുണ്ടാക്കാൻ എളുപ്പമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ശബ്ദം ചിഹ്നമായി നമ്മളെ തുണ്ടമായി ശത്രുക്കളുടെ മുമ്പിലേക്ക് വലിച്ചെറിയാൻ എളുപ്പമാണ്. മുറിവ് ഉണക്കാനാണ് പ്രയാസം, ഫിത്ന ഇല്ലാതെയാക്കാനാ പ്രയാസം. അതുകൊണ്ട് മുഅ്മിനെ, തലപ്പാവ് കെട്ടിയവരും കെട്ടാത്തവരും, ദീൻ പഠിച്ചവരും പഠിക്കാത്തവരും ഈ ഉമ്മത്തിനെ കഷ്ടമാക്കരുത്. വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പറയുകയാണ്. ആരാണ് ഇവിടുത്തെ കമ്മിറ്റികളെന്നോ ഇതിന്റെ പ്രസ്ഥാനം ആര് നടത്തുന്നുവെന്നോ എനിക്കറിയില്ല, എനിക്കത് പ്രശ്നവുമല്ല. പക്ഷേ ദീനിന്റെ പേരിൽ അള്ളാഹ് ചെയ്യേണ്ട പണിയുടെ പേര് പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ മനസ്സുകളെ നിങ്ങൾ കഷ്ണിക്കരുത്. ഉമ്മത്തിന്റെ ശബ്ദം 2ആക്കിയ ആളുകളുണ്ട്. ഈ ഉമ്മത്തിനെ 2 വിഭാഗമായി, കണ്ടാൽ സലാം പറയാതെ, കണ്ടാൽ മിണ്ടാതെ, വൈരാഗ്യത്തോടെ ഒരു കാഫിറിനെ കാണുന്ന പോലെ അഹ്ലുസുന്ന വൽ ജമാഅത്തിനിടയിൽ ആളുകൾ പരസ്പരം വൈരാഗ്യം കാണിക്കുന്ന ശബ്ദം, അത്തരം സ്വഭാവം, അത്തരം പരിസരം ഉണ്ടാക്കി വെച്ചവരാരാണോ, ആരായിരുന്നാലും അല്ലാഹു ജല്ല ജലാലുവിന്റെ കോടതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു അമലും പകരം നിൽക്കാൻ പോകുന്നില്ല. അത്ര പള്ളിയുണ്ട്, ഇത്ര സ്ഥാപനമുണ്ട്, ഇത്ര മുതഅല്ലിമീങ്ങളുണ്ട്, എന്ത് ചെയ്താൽ തന്നെയും ഈ ഉമ്മത്തിനെ 2 കഷ്ണമാക്കിയതിന് പകരം വെക്കാൻ ഇതൊന്നും സാധ്യമല്ല മുഅ്മിനെ. അള്ളാന്റെ ദീൻ വലുതാണ്, ഈ ഉമ്മത്ത് വലുതാണ്, ശരീഅത്ത് വലുതാണ്. പ്രസ്ഥാനമല്ല വലുതിവിടെ, നിങ്ങളുടെ നേതാവല്ല വലുതിവിടെ, നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ആരുടെ പേരിലാണ് അതല്ല ഇവിടെ വലുത്. ഏത് സംഘടനയാണ് അതല്ല ഇവിടെ വിഷയം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ, അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, അതല്ല സംഘടന വളർത്താനാണോ ചെയ്യുന്നത്? നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? അള്ളാന്റെ പൊരുത്തമാണോ വേണ്ടത്? ഖബറിൽ പോയി കിടക്കുമ്പോ ഈ സംഘാടകർ ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത്? ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് കൊടിപിടിക്കാൻ? ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് ആശ്വാസം പറയാൻ? നീ ചെയ്ത അമലുകളല്ലാതെ നിന്റെ ഖബറിൽ നിന്റെ കൂടെ കടക്കാൻ ആരും പോരുന്നില്ല. അതുകൊണ്ട് മുഅ്മിനെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വളരെ വിഷമത്തോടുകൂടെ പറയാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇബ്ലീസ് കൂടെയുണ്ട്, ഇബ്ലീസ് തലയിൽ കയറിയ മനുഷ്യന്മാരും കൂടെ ഉണ്ടാകും. ഒരു പ്രശ്നം തീർക്കാൻ ഒരുപാട് കാലമെടുക്കും. ഒരു മഹല്ല് വിഭജിക്കാൻ 1 ദിവസം മതി. ഒരൊറ്റ ജനറൽ ബോഡിയിൽ 4 ആൾ ഫിത്ന പറഞ്ഞാൽ അവിടെ തർക്കമുണ്ടാകും. ആ തർക്കം പരിഹരിക്കാൻ നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് മുഅ്മിനെ, കേരളം നല്ല നവജാഗരണമുള്ള, ദീനീ ഉത്ബോധനവും ഉത്ഥാനവുമുള്ള നാടാണെന്ന് അഭിമാനം പറയുന്ന നമ്മൾ ഈ വക കാര്യങ്ങൾ കൂടെ ഒന്ന് പരിഹരിക്കണേ. നമ്മളൊന്ന് ചിന്തിക്കണം. എത്ര കാലമാ നമ്മൾ തമ്മിൽ തല്ലുക? എത്ര കാലമാ നമ്മൾ പരസ്പരം പഴിചാരുക?
എത്ര കാലമാണ് നമ്മൾ കണ്ടിട്ട് മിണ്ടാതെ, സലാം പറയാതെ, മുഖത്ത് ഗൗരവത്തോടെ, ചുവന്ന കണ്ണുമായി, വൈരാഗ്യത്തോടുകൂടെ, എന്തോ പക തീർക്കാനുള്ള ഭാവത്തിൽ ആരോടാ നമ്മൾ ഈ കളിക്കുന്നത്? ദീന് വെച്ചിട്ടാണോ? അള്ളാന്റെ പുണ്യം കിട്ടാനാണെങ്കിൽ ഇതല്ല മുഅ്മിനിന്റെ സ്വഭാവം, ഇതല്ല മുഅ്മിനിന്റെ സ്വഭാവം. മുഅ്മിൻ വിനയവും താഴ്മയും കാണിക്കേണ്ടവനാണ്. അള്ളാന്റെ വിഷയത്തിൽ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാവേണ്ട ആളാണ്. അതുകൊണ്ട് മുഅ്മിനെ, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് പറയട്ടെ, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങളെല്ലാവരും അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണമേ, അള്ളാഹ്ക്ക് ഒരുമിച്ച് നിൽക്കണേ. ഒന്നുകൂടെ പറയട്ടെ മുഅ്മിനെ, എന്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറയുകയാ, നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമല്ലേ, എന്ത് തന്നെ നിങ്ങൾ ചിന്തിച്ചാലും, നിങ്ങൾ എഴുതി വിട്ടാലും പറഞ്ഞു വിട്ടാലും, ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ. വിഷയമല്ല. പള്ളിയുണ്ടാക്കുന്നത് പുണ്യമാണോ? ആണ്, പുണ്യമാണ്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ വലൗ കമഫഹസി ഖതാ. എന്താ അതിന്റെ അർത്ഥം? ഒരു പ്രാവിന് ഇരിക്കാൻ പറ്റുന്നത്ര, ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്നത്ര വലിപ്പമുള്ള പള്ളി. ഒരു മെഹ്റാബിൽ എത്ര പ്രാവിനിരിക്കാം? ഒരു മെഹ്റാബിൽ? ഒരു മെഹ്റാബോളം പോലുമില്ലാത്ത കൊച്ചു പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ളാഹു സ്വർഗം തരും എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ളാഹ് സ്വർഗം തരുമെന്നാണോ ഹബീബ് പറഞ്ഞത്? ആണോ? മൻ ബനാ ലില്ലാഹി മസ്ജിദാ. അള്ളാഹ്ക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കിയാൽ, അള്ളാഹ്ക്ക് വേണ്ടി ഒരു പ്രാവിനിരിക്കാവുന്ന സ്ഥലം നിങ്ങൾ പള്ളിയായി കൊടുത്താൽ സ്വർഗത്തിൽ കൊട്ടാരം തരും. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ. ഓരോ പാർട്ടിക്കാരും പള്ളിക്ക് മുമ്പിൽ പള്ളി വരാൻ തുടങ്ങിയാൽ അറബികളെ പറ്റിക്കാൻ എളുപ്പമാണ്. ഇത്ര ആളുകൾ താമസിക്കുന്ന നാടാണ്, അവിടെ പള്ളിയില്ല, ഒരു നോട്ടീസ് ഉണ്ടാക്കി. പച്ചപ്പാവങ്ങളായ ആളുകൾ ഇത് ആവശ്യമുള്ള നാടാണെന്ന് വിചാരിച്ച് അവർക്ക് സഹായധനം കൊടുക്കുന്നു. അങ്ങനെ പള്ളി ഉണ്ടാവുന്നു. നമ്മൾ ചിന്തിക്കണം മുഅ്മിനെ, നമ്മുടെ മനസ്സുകൾക്കിടയിൽ മതിൽ വെക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ആ ആളുകൾ ആ പണി നിർത്തണം. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹിനെ വിചാരിച്ച് നിർത്തണം. ഒരു പള്ളിയെങ്ങാനും ഈ പള്ളിക്ക് മുമ്പിൽ വന്നാൽ ഖിയാമത്ത് നാൾ വരെ അത് പള്ളിയല്ലേ. രണ്ട് കൂട്ടർ തുടങ്ങി. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു പള്ളി, ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ ഏതെങ്കിലും അറബികളെ പിടിച്ചിട്ടോ അല്ലാതെയോ പള്ളി നമ്മൾ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്നുണ്ടാക്കിയാൽ ഇവിടുന്ന് ബാങ്ക്, അവിടുന്ന് ബാങ്ക്, അവിടെ ഒരു ജുമുഅ, ഇവിടെ ഒരു ജുമുഅ. ഇനി ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾക്കൊക്കെ നന്നാവണമെന്ന് തോന്നുകയും ഒന്നാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് ഒന്നാവാൻ നിന്നാൽ ഈ പള്ളി പൊളിച്ചു മാറ്റാൻ പറ്റുമോ? അത് രണ്ടായി തന്നെ നിന്നില്ലേ? രണ്ട് വിഭാഗമായി മാറിയില്ലേ? ആ പള്ളിയുടെ പേരിൽ ഉണ്ടാകുന്ന ഫിത്നകൾ, അതിന് പകരം അള്ളാഹു സ്വർഗം തരില്ല മുഅ്മിനെ. മസ്ജിദു ദിറാർ മദീനയിൽ ഉണ്ടാക്കിയ മുനാഫിക്കുകളെ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ആ പള്ളി ചുട്ടുകരിക്കാൻ പറഞ്ഞില്ലേ? പള്ളിയല്ലേ ഉണ്ടാക്കിയത് മദീനയിൽ? മുനാഫിക്കീങ്ങൾ ഉണ്ടാക്കിയ പള്ളി. ലാ തഖും ഫീഹി അബദാ. ഒരിക്കലും നബിയേ